നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴ വാർത്തകൾ. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ വാർഷിക സമ്മേളനം കണക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ വാക്ക് തർക്കങ്ങളും സ്വരച്ചേർച്ച ഇല്ലായ്മയിൽ അലങ്കോലപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടൽ മൂലം വാർഷിക സമ്മേളനം വിജയകരമായി പൂർത്തീകരിച്ചെങ്കിലും മനോജ് കോക്കാടിനെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ തർക്ക വിഷയങ്ങളുണ്ടായി. ചോദ്യം മനോജ് കോക്കാട് കമ്മിറ്റി അംഗമാണോ? അല്ല 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 ഈ വ്യക്തി കമ്മിറ്റി അറിയാത്തതുകൊണ്ടാണ്. ജില്ലാ പ്രസിഡന്റ് ഇവിടെയുണ്ട്. ജില്ലാ പ്രസിഡന്റ് തീരുമാനമുണ്ട്. ജില്ലാ പ്രസിഡന്റ് പറയട്ടെ. ചോദ്യത്തിന് ആൻസർ അതൊന്നും വേണ്ട. നിങ്ങളുടെ ചോദ്യം എന്നാ? നിങ്ങളുടെ ചോദ്യം എന്താണ്? കമ്മിറ്റി അംഗം അല്ല എങ്കിൽ ജനാധിപത്യ ധ്വംസനം നടത്തി നിങ്ങൾ ഏകപക്ഷീയമായ നിലപാടും നടപടിയും സ്വീകരിച്ചതുകൊണ്ടാണ് അത് സംഭവിച്ചത്. എനിക്ക് ജനറൽ ബോഡിയാണ്, എനിക്കിത് പറഞ്ഞേ മതിയാവുള്ളൂ. ജില്ലാ കൗൺസിൽ മെമ്പറാണ് ഞാൻ. ഈ ജില്ലാ കൗൺസിൽ മെമ്പർ ഭരണഘടനയുടെ അനുച്ഛേദം 27ABC പ്രകാരം യൂണിറ്റിന് എന്റെ മേൽ നടപടി എടുക്കാൻ പറ്റില്ല. റഫർ ചെയ്ത് വിടണം. റഫർ ചെയ്ത് ജില്ലാ കമ്മിറ്റിക്ക് വിട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു 3 അംഗ സമിതിയെ ഇത് സംബന്ധിച്ച് ബയലാറ്ററൽ ഡിസ്കഷൻ വിട്ടിട്ടുണ്ട്. ആ ഡിസ്കഷൻ നടത്തി അതിന്മേല് ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ജില്ലയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കിയിട്ടുണ്ട്. ആ ഡയറക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിനൊരു മേൽഘടകവും കീഴ്ഘടകവുമുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ അതിനെ നിരുത്തരവാദിത്വപരമായിട്ട് ജനാധിപത്യ വിരുദ്ധമായിട്ട് ഈ വ്യാപാരികളെ പെറ്റമ്മയെ പോലെ കരുതുന്ന ഈ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടിക്രമം പാലിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, അത് സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി നമുക്ക് 22/1/2025 മനോജിന്റെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അതിന് അപ്രൂവൽ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കമ്മിറ്റിക്ക് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ഒരു അപേക്ഷ കിട്ടി. ജില്ലാ കമ്മിറ്റി ഗ്രീവൻസ് സെല്ലിനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി. ഗ്രീവൻസ് സെല്ല് നമുക്കൊരു റിപ്പോർട്ട് തന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി തൊടുപുഴ യൂണിറ്റിന് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ 6 മാസത്തെ സസ്പെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയാണ്. 22/1 ഈ സസ്പെൻഷൻ്റെ അപ്രൂവൽ നൽകുന്നത്. 6 മാസം എന്ന് പറയുന്നത് ജൂലൈ മാസം 22-ാം തീയതി 6 മാസം കഴിയും. അത് കഴിഞ്ഞാൽ മനോജ് തൊടുപുഴ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും തൊടുപുഴ ജില്ലാ കൗൺസിൽ പ്രതിനിധിയായിട്ടും തുടരും. ചട്ടങ്ങളും ലംഘനങ്ങളും കയ്യിലിരുന്നാൽ മതി, പുകഞ്ഞ വള്ളി പുറത്ത് എന്ന് തന്നെയായിരുന്നു സംഘടനയുടെ തീരുമാനം. അല്പം പ്രകോപിതനായ മനോജ് കോക്കാടൻ വ്യാപാരികളെ നിയമം പഠിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. ചോദ്യത്തിന് അങ്ങനെ കുറ്റമൊന്നുമില്ല. വലിയ കുറ്റം മനോജ് കേൾക്കണം. എന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്ത് ഞാൻ പുറത്തു പോകണം. അതല്ല കേട്ടോ, വലിയ കുറ്റം സംഘടനയുടെ കമ്മിറ്റിക്കും പ്രസിഡന്റിനും ഏതൊരു അംഗത്തെയും 6 മാസത്തേക്ക് സസ്പെൻഡ് നടത്താനുള്ള അധികാരമുണ്ട്. നമ്മുടെ മനോജ് പറയുന്ന ഭരണഘടനയിൽ തന്നെ ഏതൊരു അംഗത്തെയും ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത സസ്പെൻഷനാണ് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചത്. കഞ്ചാവ് കേസിൽ പ്രതിയാകുകയോ ജയിലിൽ കിടക്കുകയോ ചെയ്യുന്ന ആളുടെ പേരിൽ ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. മനോജ് പറഞ്ഞ കാര്യങ്ങൾ 33 ദിവസം കിടന്ന ആളുണ്ട്. ആവശ്യമില്ലാത്ത ആവശ്യമുള്ള കാര്യത്തിനാണ് ചോദ്യത്തിനല്ലേ മറുപടി. മനോജിന്റെ ചോദ്യത്തിനല്ലേ മറുപടി. അതല്ല, മനോജിന്റെ ചോദ്യത്തിനല്ലേ മറുപടി. ഉപചോദ്യങ്ങളില്ല. ചേട്ടാ, ഈ ജനറൽ ബോഡി മുമ്പാകെ ഞാൻ ചെയ്ത കുറ്റം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയാട്ടെ. ഇതൊന്നും സംഘടനയുടെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇതൊന്നും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനോജിന് ഒരു മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടി അനുസരിച്ച് സംഘടനയുടെ നിയമവശങ്ങൾക്ക് കർശനമായ അച്ചടക്ക രീതികൾ പാലിക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തർണിയുടെ നിർദ്ദേശത്താൽ വഴങ്ങി കൊമ്പില്ലാത്ത കുതിരയെപ്പോലെ മനോജ് കോക്കാടൻ ശാന്തനാവേണ്ടി വന്നു.